ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. നമ്മളെല്ലാം കുറഞ്ഞ ചെലവിൽ വാങ്ങുന്ന ഇതുപോലുള്ളൊരു ട്രേ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കിടിലൻ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒട്ടും സമയമില്ലാതെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഇതാ ഞാൻ എൻ്റെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ട്രേ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത് ഇതുപോലുള്ള കുപ്പിമരുന്നുകളാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ നമ്മുടെ മരുന്നുകളും ടാബ്ലറ്റുകളൊക്കെ ഇതുപോലുള്ള ട്രേയിൽ ഇട്ട് വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാനും അതുപോലെ മിസ്സാവാതിരിക്കാനും സഹായിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ ഇത് എൻ്റെ കയ്യിലുള്ള കുപ്പിമരുന്നുകളും അതുപോലെ ടാബ്ലറ്റുകളൊക്കെ ഈ ഒരു ട്രേയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട് എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ട്രേ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഇതാ ഞാൻ എൻ്റെ കയ്യിലുള്ള 2 ട്രേ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലുള്ള 2 ഹാങ്ങർ ആണ്. പിന്നെ ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഒരു കേബിൾ ടൈ ആണ്. ഇതുപോലുള്ള ഒരു കേബിൾ ടൈ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങി വെച്ചോളൂ കേട്ടോ. ഒരുപാട് ഉപകാരമുള്ള കാര്യമാണ്. ഇത് നമുക്ക് പാക്കറ്റ് ആയിട്ടാണ് കിട്ടുക. ഒരു പാക്കറ്റിൽ 100, 50, 20 ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിനനുസരിച്ച്, അതായത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വാങ്ങി വെക്കുക. പിന്നെ ഇത് എല്ലാ ഇലക്ട്രിക്കൽ ഷോപ്പിലും ഉണ്ടാവും കേട്ടോ. അപ്പൊ അവിടെ കയറി ഒന്ന് ചോദിച്ചാൽ മതി. ഇനി നമ്മുടെ ഹാങ്ങർ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു ബാസ്ക്കറ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനാണ് നമ്മൾ കേബിൾ ടൈ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കേബിൾ ടൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. പിന്നെ ഈ കേബിൾ ടൈ ഇല്ലാന്നുണ്ടെങ്കിൽ നൂൽക്കമ്പിയൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ നൂൽക്കമ്പി നമ്മൾ എപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കയ്യിലോട്ട് കൊണ്ടുകയറാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് കേബിൾ ടൈ തന്നെയാണ് നല്ലത്. ഇപ്പൊ ഞാൻ ഇതാ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റ് ആയിട്ട് തന്നെ കെട്ടിക്കൊടുക്കണം കേട്ടോ. ഇനി ഇതിന്റെ തൊട്ട് താഴെയായിട്ട് അടുത്ത ഒരു ബാസ്ക്കറ്റ് കൂടി നമുക്ക് വെച്ചു കൊടുക്കാം. ഇതുപോലെ മുകളിലത്തെ ബാസ്ക്കറ്റിനോട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചു കൊടുത്തിട്ട് നമുക്ക് കേബിൾ ടൈ തന്നെ വെച്ചിട്ട് ടൈറ്റ് ആക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കേബിൾ ടൈ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ആക്കി കൊടുത്താൽ മതി. ഇനി ഒരു കേബിൾ ടൈന്റെ എക്സ്ട്രാ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ കത്രിക യൂസ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടിംഗ് പ്ലയർ ഒക്കെ യൂസ് ചെയ്യാം. അതും ഇല്ലാന്നുണ്ടെങ്കിൽ നെയിൽ കട്ടർ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ച രണ്ടാമത്തെ ഹാങ്ങർ ഉണ്ടല്ലോ, ആ ഒരു ഹാങ്ങർ ഈ ഒരു ബാസ്ക്കറ്റിന്റെ അടുത്ത സൈഡിലോട്ട് പിടിപ്പിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കാം. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കേബിൾ ടൈ യൂസ് ചെയ്തിട്ട് കെട്ടിക്കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഇതാ 2 ഹാങ്ങർ ബാസ്ക്കറ്റിന്റെ 2 സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിലോട്ട് വേണമെങ്കിൽ ഇത് കുട്ടികളുടെ സ്റ്റഡി ഐറ്റംസ്, അതായത് പെൻസില്, പെന്ന്, ഇതൊക്കെ പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ കുട്ടികളുടെ സ്റ്റഡി റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ അവർക്ക് എളുപ്പമായിരിക്കും എടുക്കാനും പിന്നെ യൂസ് ചെയ്യാനും ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത് തന്നെ നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലുള്ള പേപ്പർ ഈ ഒരു ട്രേന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോ വീഡിയോക്ക് വേണ്ടി ഞാൻ വൈറ്റ് കളർ എടുത്തേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ന്യൂസ് പേപ്പർ ആണെങ്കിൽ ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ ഉണ്ടാവല്ലോ, ആ ഒരു കവറൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് വെച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് നമ്മുടെ കയ്യിലുള്ള ഉരുളക്കിഴങ്ങ്, സവാള, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. അതായത് നമ്മൾ പുറത്ത് വെച്ച് സൂക്ഷിക്കുന്ന പച്ചക്കറികളൊക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ കാണാനും ഭംഗിയുണ്ടാവും, എടുത്ത് യൂസ് ചെയ്യാനും എളുപ്പമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കബേർഡിലെ തുണികളൊക്കെ അടുക്കി വെക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് ഈ ഒരു ട്രേ കേട്ടോ. അതായത് നമ്മുടെ ചെറിയ ചെറിയ ഐറ്റമൊക്കെ നമ്മൾ എത്ര അടുക്കി വെച്ചാലും നമ്മൾ എടുക്കുന്ന ടൈമിൽ അത് മൊത്തം അലങ്കോലാവും. അപ്പൊ അങ്ങനെയുള്ള ടൈമിലൊക്കെ നമുക്ക് ഇതുപോലുള്ള ട്രേ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടുക്കി വെച്ച് കൊടുത്താൽ നല്ല നീറ്റായിട്ട് കബേർഡിൽ ഒതുങ്ങിയിരുന്നുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ സോക്സ്, ഇന്നേഴ്സ് ഒക്കെ പോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അടുക്കി വെക്കാനായിട്ട് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ട്രേ. പിന്നെ അതുപോലെ തന്നെ കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ അവരുടെ ഡ്രസ്സൊക്കെ ഒത്തിരി ഉണ്ടാവും അല്ലെ, ചെറിയ ചെറിയ ഡ്രസ്സൊക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു ഡ്രസ്സൊക്കെ നമുക്ക് കബേർഡിലൊക്കെ അടുക്കി വെക്കാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ട്രേ. അവരുടെ ഡ്രസ്സൊക്കെ ഇതുപോലെ മടക്കിയതിന് ശേഷം ഈ ഒരു ട്രേയിലോട്ട് വെച്ചു കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കബേർഡിലും ഒത്തിരി സ്ഥലം കിട്ടുകയും ചെയ്യും, മാത്രമല്ല കാണാനും ഭംഗിയാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഇതാ ഞാൻ ട്രേ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് അലുമിനിയം ഫോയിൽ ആണ്. ഈ ഒരു അലുമിനിയം ഫോയിൽ ഞാൻ ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയുടെയും ഓയിലിന്റെയും ഒക്കെ കുപ്പികൾ നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കാം. താഴെ വിരിച്ചിരിക്കുന്ന അലുമിനിയം ഫോയിൽ ആയതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ താഴോട്ടേക്ക് പോയാലും ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കിച്ചൺ ടവലൊക്കെ ഉണ്ടാവല്ലോ, ആ ഒരു കിച്ചൺ ടവല്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ഏതെങ്കിലും കോട്ടന്റെ തുണി ആയാലും മതി. ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഈ ഒരു ട്രേയിലോട്ട് വെച്ചു കൊടുക്കാം.
അതിനുശേഷം നമുക്ക് ഓയിലിന്റെ കുപ്പികളൊക്കെ നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ അടുക്കളയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് ഇത് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഇതാ എന്റെ കയ്യിലുള്ള 2 ട്രേ എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയി തോന്നിയ ഒരു ടിപ്പ് കൂടിയാണ് കേട്ടോ ഇത്. നമ്മുടെ വീട്ടില് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടാകും അതിന് ചുറ്റുമായിട്ട് ഒത്തിരി ഈച്ചകൾ വന്നേക്കട്ടെ. ഈച്ചകൾ മാത്രമല്ല, അതിന് ചുറ്റുമായിട്ട് ഒത്തിരി ചെറിയ ചെറിയ പ്രാണികൾ ഉണ്ടാവും അല്ലെ. ഞങ്ങളുടെ നാട്ടിൽ അതിന് ഇളിഞ്ഞെന്നൊക്കെയാണ് കേട്ടോ പറയാം. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നുള്ളത് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. അതിനായിട്ട് ഈ ഒരു 2 ട്രേന്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള കേബിൾ ടൈ ആണ്. ഇനി നമ്മുടെ ബാസ്ക്കറ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം കേബിൾ ടൈ വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. ഇതിന്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. മൊത്തത്തിൽ അങ്ങോട്ട് ടൈറ്റ് ആക്കരുത് കേട്ടോ. ചെറിയൊരു ലൂസായിട്ട് ഈ ഒരു രീതിയിൽ വേണം കെട്ടിക്കൊടുക്കാനായിട്ട്. ഇപ്പൊ ഞാൻ കേബിൾ ടൈ വെച്ചിട്ട് 2 ട്രേയും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഈ മുകളിലത്തെ ട്രേ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്നിട്ടാകുമ്പോൾ അടച്ചു വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഈച്ച, പിന്നെ അതുപോലെ തന്നെ ഇളിങ്ങ് പോലുള്ള ചെറിയ ചെറിയ പ്രാണികളുടെ ഒന്നും ഒരു ശല്യം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ബാസ്ക്കറ്റ് എടുക്കുന്ന ടൈമിൽ ഈ ഒരു നെറ്റ് ടൈപ്പുള്ള ബാസ്ക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അങ്ങനെയാകുമ്പോൾ മാത്രമേ നമ്മുടെ വെച്ച് കൊടുക്കുന്ന ഫ്രൂട്ട്സ് ഒന്നും കേടാവാണ്ടിരിക്കുള്ളൂ. ഇപ്പൊ ചക്കയുടെയും മാങ്ങയുടെ ഒക്കെ സീസൺ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈച്ചയുടെയും ഇലിങ്ങിന്റെ ഒക്കെ ശല്യം കൂടുതലായിരിക്കും. അപ്പൊ ഇതുപോലുള്ള ബാസ്ക്കറ്റ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇതിലോട്ട് ഇട്ട് വെച്ചോളൂ. അപ്പോൾ ഈ ചെടിയും എലിങ്ങിന്റെയും ഒക്കെ ഒരു ശല്യം ഉണ്ടാവില്ല. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഹാങ്ങർ ആണ്. ഇനി നമുക്ക് ഈ ഒരു ഹാങ്ങർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇത് കത്തി ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള 2 പീസാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ഒരു ട്രേയുടെ 2 സൈഡിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കേബിൾ ടൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതും കെട്ടിക്കൊടുക്കുന്നത്. അതിന് മുന്നായിട്ട് ഞാൻ ഗ്ലൂ ഗൺ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ കറക്റ്റ് ആയിട്ട് ടൈറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. ഈ ഒരു ഹാങ്ങർ ഇളകി ലൂസായി പോവുകയും ചെയ്യില്ല. ഇതുപോലെ സൈഡിലായിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഹാങ്ങറിന്റെ പീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലോട്ടേക്ക് കേബിൾ ടൈ വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. ഇപ്പൊ ഞാൻ 2 സൈഡും ഈ ഒരു ഹാങ്ങറിന്റെ പീസ് വെച്ചിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് അവസാനം കിട്ടുക. ഇത് നമുക്ക് നല്ലൊരു ഹാങ്ങിങ് ഷെൽഫായിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ നമ്മുടെ കബേർഡിലായാലും ഫ്രിഡ്ജിലായാലും ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രേ വെച്ചിട്ടുള്ള ടിപ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.